അങ്ങനെ അപ്പോൾ ലൈഫിലെ നിർണായകമായ ഒരു സ്റ്റേജിലേക്ക് കിടക്കുകയാണല്ലോ. എന്ത് തോന്നുന്നു നിനക്കിപ്പോ? പറഞ്ഞു കേട്ടിടത്തോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് അത്ര നിസ്സാരമായ ഒന്നല്ലെന്ന് എനിക്ക് മനസ്സിലായി. ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയമാണല്ലോ അപ്പോൾ. അതുകൊണ്ട് ഇനി നീ കുറച്ചുകൂടി കോഷ്യസ് ആവണം. നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തു പറ്റി നിനക്ക്? എന്താകെ ഡള്ളായിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടാണോ? ഒന്നുമില്ല. അല്ല, എന്തോ ഒന്ന് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും എന്നോട് പറയപ്പോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. പരിഹാരം ഉണ്ടാക്കാന്ന് ബിപിക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പറ, എന്താ നിന്റെ പ്രോബ്ലം? ബിപി. എനിക്ക് ബിപിയോട് അല്പം സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാലും പറഞ്ഞോ. അതിങ്ങനെ ഡ്രൈവിനിടയിൽ പറയാനുള്ളതല്ല. നമുക്ക് എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കാം കുറച്ചു നേരം. ബിപി പറ്റിയൊരു സ്ഥലത്ത് വണ്ടി സൈഡാക്ക്. അപ്പോ ഇറങ്ങ്. അപ്പോ എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അതെന്താന്ന് ബിപിക്ക് ഓർമ്മയുണ്ടോ? പറയൂ ബിപി. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അഭിനയിച്ച് എന്റെ മുമ്പിൽ മാതൃകാ ദമ്പതികളായി കഴിഞ്ഞുകൂടാൻ പ്ലാൻ ചെയ്തവരല്ലേ? അത് മനസ്സിലായപ്പോഴാണ് ഞാൻ മടങ്ങി വരണമെങ്കിൽ രണ്ടുപേരുടെ അഭിനയം മതിയാക്കി മനുഷ്യരെ പോലെ ജീവിക്കണമെന്ന് ഞാൻ കണ്ടീഷൻ വെച്ചത്. അതോടുകൂടി പരസ്പരമുള്ള ഈ കൺകെട്ടും ചെപ്പടി വിധിയൊക്കെ അവസാനിപ്പിച്ചെന്നാ ഞാൻ കരുതിയത്. രണ്ടുപേരും പഴയ വിപിയും ഗീതയായിരുന്ന വിശ്വാസത്തിലാണ് ഞാൻ വീണ്ടും പഠനത്തിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഈ അഭിനയവും നാട്യമൊന്നും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളല്ലെന്ന് രണ്ടുപേരും കൂടി വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകാഞ്ഞിട്ടോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതോ? നീ എന്താ ഇങ്ങനെ? സത്യമായിട്ടും നീ എന്തുദ്ദേശിച്ചത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ എന്താ നിന്റെ മനസ്സിൽ? ഇതേ ചോദ്യമാ എനിക്ക് തിരിച്ച് ബിപിയോടും ചോദിക്കാനുള്ളത്. ബിപിയോട് മാത്രമല്ല, അമ്മയോടും. എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിലെന്ന് ഇതേ ചോദ്യം ഞാൻ അമ്മയോടും ചോദിച്ചു. പക്ഷെ അമ്മയും എന്റെ മുമ്പിൽ ഒളിച്ചു കളിക്കുക. അങ്ങനെ ഒളിച്ചു കളിക്കുന്നവരോടൊപ്പം ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോ അതെ, അപ്പു തന്നെ ഈ പറയുന്നത്. എനിക്ക് അന്നും ഇന്നും ഒരു നിലപാടേ ഉള്ളൂ. ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കുകയാണെങ്കിൽ അത് ഒരേ മനസ്സോടെ തന്നെ വേണം. അല്ലാതെ ജീവിക്കുന്നതായി ബോധ്യപ്പെടുത്താൻ ആരും ആർക്ക് വേണ്ടിയും വേഷം കെട്ടണമെന്നില്ല. ഇനിയും ഇക്കാര്യത്തിൽ ബിപിയുടെ അമ്മയുടെ നിലപാട് ഇത് തന്നെയാണെങ്കിൽ ഡോക്ടർ അരവിന്ദന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങണോ കണ്ടിന്യൂ ചെയ്യണോന്ന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടി വരും. നേരത്തെ നിശ്ചയിച്ച പോലെ ഞാൻ ഇവിടുന്ന് പോവും, അത് ഉറപ്പാ. അപ്പോ അരുത്, നീ അവിവേകൊന്നും കാണിക്കരുത്. എനിക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഇഷ്യൂ എന്താന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ടേ ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. സോ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹവും പരിഗണനയും ഉണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് എന്നോട് തുറന്ന് സംസാരിച്ചേ മതിയാവും. ഇപ്പോഴും പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാ ബിപിയുടെ ഉദ്ദേശമെങ്കിൽ എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് വേണമെന്ന് ബിപി സ്വയം തീരുമാനിച്ചാൽ മതി. അപ്പൊ ഒരു മിനിറ്റ്, നിന്റെ ഊഹം ശരിയാണ്. ഞാനും ഗീതയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ചെറിയൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിപി. അങ്ങനെയാണെങ്കിൽ എന്നെ ഓർത്തെങ്കിലും ബിപി അത് വേഗം ഒതുക്കി തീർത്തേനെ. എന്താ ബിപി, കാര്യം എന്താന്ന് പറ. പറയാം, പക്ഷേ അത് നീ ഒരു നല്ല സെൻസിൽ മാത്രമേ എടുക്കാവൂ. അതിൻ്റെ പേരിൽ ഇനിയൊരു പിണക്കോ വഴക്കോ നമ്മുടെ വീട്ടിൽ നടക്കാൻ പാടില്ല.
നീ പിണങ്ങി എങ്ങോട്ടും പോവുകയും ചെയ്യരുത്. ആദ്യം കാര്യം എന്താന്ന് പറ VP. ഞാനും ഗീതയും കൂടി ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്താലോന്ന് ആലോചിച്ചു. പക്ഷേ ഗീതയ്ക്ക് അതിൽ തീരെ താല്പര്യമില്ലാത്ത പോലെ. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസവും തർക്കമൊക്കെ ഉണ്ടായി. നീ ഇതറിഞ്ഞാൽ നിനക്കതൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഗീതയുടെ പക്ഷം. അപ്പോ നിന്നെ ഞങ്ങൾ നിന്റെ ഇഷ്ടത്തിന് വിട്ടില്ലേ? നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിന്റെ വിവാഹം, പ്രസവം, കുഞ്ഞിൻ്റെ ചോറൂണ്, അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങളും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നിന്നിലൂടെ ഇനി അതൊന്നും ഒരിക്കലും അറിയാനും ആസ്വദിക്കാനും കഴിയില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഇങ്ങനൊരു ഓപ്ഷനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണം തോന്നി. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും വിരോധം ഉണ്ടാപ്പോ? മാളു, എങ്ങനെയുണ്ട് ഇപ്പൊ തനിക്ക്? കുഴപ്പമില്ല. കുറെ വൊമിറ്റ് ചെയ്തപ്പോ കുറച്ച് ആശ്വാസമുള്ള പോലെ. തന്നോട് ഞാൻ പറഞ്ഞല്ലേ പുറത്തുനിന്ന് ആവശ്യമില്ലാത്തൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. എവിടെ കേൾക്കാൻ? ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അതും അപ്പു നിർബന്ധിച്ചോണ്ടാ. കൊള്ളാം. എന്നിട്ട് അപ്പൂന് കുഴപ്പമില്ല ഉണ്ടോ? ഞാൻ വിളിച്ചില്ല. ഇതൊന്നും അല്ല, വേറെന്തോ പറ്റിയതാ. വേറെന്ത് പറ്റാൻ? ഇത് ഫുഡ് പോയ്സൺ തന്നെയാവും. സ്റ്റൊമക് പെയിൻ ഉണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. എന്നാലേ താൻ റെസ്റ്റ് എടുക്കുക. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും കുറഞ്ഞോളും. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആന്റി എനിക്കൊരു ലെമൺ ടീ തന്നു, അത് മതി. ഇനി എനിക്കൊന്നും വേണ്ട. എന്നാ താൻ കിടന്നോ. ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് തോന്നുന്നു. താനേ റെസ്റ്റ് എടുക്കുക. ഹലോ. സോറി, ഈ സമയത്ത് വിളിക്കാൻ വിലക്കൊണ്ടെന്ന് അറിയാം, എങ്കിലും വിളിച്ചതിന് സോറി. ഇറ്റ്സ് ഓക്കെ. നീ എന്തിനാ വിളിച്ചത്? നീ വീടെത്തിയോ? മാളൂനിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ വീട്ടില്. മാളൂനിപ്പോ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കുക. എന്താ സംഭവം? ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. അവളൊരു ഫ്രണ്ടുമായിട്ട് പുറത്തു പോയായിരുന്നു. അവിടുന്ന് പാനിപൂരിയോ മറ്റോ കഴിച്ചു, അതിൻ്റെ ആവും. സംഭവം അത് തന്നെയാവും. എന്നാലും കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചു. നീ ഇനി ധൃതി കൂട്ടിയോന്ന് വിചാരിച്ചു. ഒന്ന് പോടോ. അല്ല, നീ എങ്ങനെ മണ്ടത്തരമൊന്നും കാണിക്കില്ലെന്ന് എനിക്കറിയാം. അത് പോട്ടെ, ഞാൻ നാളെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി രോഗിയെ കാണാൻ വന്നാലോ? ഒന്നുമില്ലെങ്കിൽ എന്റെ പേഷ്യന്റ് അല്ലേ. തൽക്കാലം അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് മാത്രം പ്രോബ്ലം ഒന്നും മാളൂനില്ല. എന്നാലും നീ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കില്ല എന്ന് തന്നെ അല്ലേ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. എനിക്കറിയാം മോനെ, ഞാൻ അവിടെ വരുമ്പോ മമ്മിയുടെ മാളൂന്റെ മുന്നില് നിനക്ക് നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും. അഭിനയിക്കാൻ നീ ഒരു മോശം നടനായതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലടാ നീ എന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ. വിളിക്കേണ്ട സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. ഓക്കെ? ശരി, നോക്കിക്കോ. ഇങ്ങനെയാണെങ്കിലേ ഞാൻ നിന്നോട് പറയാൻ നിൽക്കാതെ ഇടിച്ചു കയറി അങ്ങ് വരും ഒരു ദിവസം. സൂക്ഷിച്ചോ. ഓക്കെ ലീന, ഗുഡ് നൈറ്റ്. ഞാൻ വിളിക്കാം. ശരി ശരി, ഗുഡ് നൈറ്റ്. ഹലോ, എന്താണ് ഡോക്ടർ സാറേ? ആളിവിടെയെങ്ങും അല്ലല്ലോ. ആരായിരുന്നു ഫോണില്? തന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണോ? എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന കേട്ടതൊന്നും എനിക്കിപ്പോ വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. എന്റെ എക്സും വയ്യും എല്ലാം ഒരാള് തന്നെയാ. അതെ,
ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്താ തന്റെ ഉദ്ദേശം? ഉദ്ദേശോ? എന്തുദ്ദേശം? അല്ല, പഴയ റൊമാൻസിന്റെ സുഖമുള്ള ഓർമ്മകൾ വീണ്ടെടുക്കാനാണ് പൂർവ്വകാമുകനുമായുള്ള ഈ സലാപെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിനപ്പുറം വല്ല ദുരുദ്ദേശവും ഡോക്ടറുടെ മനസ്സിലുണ്ടോ? ഈ നിലാവത്ത് ഇറക്കിവിട്ട കോഴിയെ പോലുള്ള നിൽപ്പ് കണ്ടിട്ട് ചോദിച്ചതാ. ദുരുദ്ദേശം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടെങ്കി അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വക്കീലെ? കൊള്ളാം, പ്രശ്നം ഉണ്ടോന്നോ? എന്റെ ഡോക്ടറെ, ഫാമിലി കോർട്ടിൽ വരുന്ന ബഹുഭൂരിപക്ഷം കേസുകളും ഇതുപോലെ തമാശയ്ക്ക് വേണ്ടി റീഓപ്പൺ ചെയ്യുന്ന സൗഹൃദമോ പ്രണയമോ ജീവിത പങ്കാളി കൈയോടെ പിടികൂടുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. ഈ കാര്യത്തിൽ ആണുങ്ങളെക്കാൾ ഒട്ടും മോശമല്ല പെണ്ണുങ്ങളാണെന്നുള്ളതാ മറ്റൊരു കോമഡി. അതിന്റെ പേരിൽ തകരുന്നത് ചിലപ്പോൾ നിരപരാധികളായ മറ്റു രണ്ടുപേരുടെ ജീവിതങ്ങളാവും, പിന്നെ അവരുടെ കുട്ടികളുടെയും. പ്രണയിച്ചിരുന്ന ആളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതും വീണ്ടും സൗഹൃദത്തിലാവുന്നതും ഒക്കെ ഒരു സുഖമുള്ള ഏർപ്പാടാ. പക്ഷെ നമ്മൾ പോലും അറിയാതെയാവും അത് രണ്ടുപേരുടെയും കുടുംബജീവിതത്തെ ബാധിച്ചു തുടങ്ങുന്നതും. ഇവിടെ ഇപ്പൊ താൻ സിംഗിളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്തെ സൈഡ് അങ്ങനെയല്ലല്ലോ. അതും അയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അതിനിടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറി വീണ്ടും ട്രാക്കിലായാൽ അത് അവരുടെ ഫാമിലി ലൈഫിനെ വല്ലാതെ ബാധിക്കില്ലേ? വക്കീല് പേടിക്കണ്ട, ഞാനങ്ങനെ അവന്റെ ഫാമിലി ലൈഫിനെ സ്പോയിലാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അയാളെ തീർത്ത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒഴിവാക്കാനായിരുന്നെങ്കിൽ ഈ നാട്ടിലേക്ക് തന്നെ എനിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ കാര്യമായിട്ട് തന്നെയാ? ആ, കുറച്ച്. ഒടുവിൽ കേസ് കറങ്ങി തിരിഞ്ഞ് എന്റെ ടേബിളിൽ തന്നെ എത്തുമോ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായും ഡോക്ടറിന്റെ എതിർകക്ഷിക്ക് വേണ്ടിയാവും അപ്പിയർ ചെയ്യുക. കാരണം ഈ കേസിന്റെ കംപ്ലീറ്റ് രഹസ്യങ്ങളും തുടക്കം മുതലേ എനിക്കിപ്പോ അറിയാലോ. അയ്യോ, അപ്പൊ വക്കീല് നമുക്ക് പാരയാവുന്ന ലക്ഷണമാണ്. അലീന ഇതുവരെ പറഞ്ഞത് തമാശയായി എടുക്കാം. ഇനി സീരിയസ് ആയി ചോദിക്കട്ടെ, ശരിക്കും താൻ ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ടോ? അതോ? എനിക്കറിയില്ല വക്കീലെ, എന്തോ അവന്റെ ഒരു പ്രസൻസ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാ ഐ ജസ്റ്റ് ഡോണ്ട് നോ. എന്റെ മനസ്സിൽ എന്താന്ന് എനിക്കെപ്പോഴും പിടികിട്ടിയിട്ടില്ല. ആ, താൻ എത്തിയോ? ഈയിടെയായിട്ട് നേരത്തെയാണല്ലോ ഗീത. കസ്റ്റമേഴ്സ് കുറവായിരുന്നു. ശാലിനിക്ക് നേരത്തെ പോകണമെന്നും പറഞ്ഞു. അപ്പം നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. അതേതായാലും നന്നായി. താൻ ഡ്രസ്സ് മാറി വാ, ഞാൻ കോഫി എടുക്കാം. വേണ്ട വി പി, ഞാൻ എടുത്തോളാം. അത് സാരമില്ലെന്നേ, താൻ ഡ്രസ്സ് മാറി വാ. ചെല്ല്. അപ്പ് റൂമിലില്ലേ? ആ, പഠിക്കുകയാണെന്ന് തോന്നുന്നു. ഗീത, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ വി പി? താൻ പറഞ്ഞ പോലെ അപ്പുവിൽ നിന്ന് നമ്മൾ ഈ കാര്യം മറച്ചു വെക്കേണ്ടെന്ന് എനിക്ക് തോന്നി. എന്നുവെച്ചാ? എപ്പോഴായാലും അപ്പു അറിയാനുള്ളതല്ലേ. അതല്പം നേരത്തെ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്പിമാമനോട് ഇതൊക്കെ സംസാരിച്ച പോലെ ഗീതയ്ക്ക് അപ്പുവിനോട് ഇത് ഷെയർ ചെയ്യേണ്ടി വന്ന ഞാനിതൊക്കെ മറച്ചു വെച്ചു എന്നൊരു തോന്നൽ അപ്പുവിനുണ്ടാവുമല്ലോ. അത് ഒഴിവാക്കാന്ന് വെച്ചു. അതുകൊണ്ട് അപ്പുവിനോടെല്ലാം തുറന്നു പറയാനാണോ വി പിയുടെ തീരുമാനം? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അപ്പു എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. താൻ ഊഹിച്ചതുപോലെ നമ്മുടെ തീരുമാനം അപ്പുനത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ തീരുമാനമോ? അതൊരിക്കലും നമ്മുടെ തീരുമാനം ആയിരുന്നില്ല. വി പിയുടെ മാത്രം തീരുമാനമായിരുന്നു. തീർച്ചയായും ഞാൻ സമ്മതിക്കുന്നു.
അത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ അപ്പുവിനോട് പറയുമ്പോൾ അത് നമ്മുടേതെന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. നോ, നോ വേ. എനിക്ക് അപ്പുവിനോട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്നെ മാത്രം പിൻ പോയിന്റിൽ നിർത്താമെന്നല്ലേ? ഓക്കെ, എന്നാൽ താൻ സ്വയം ഒഴിവായിക്കോളൂ. ആരൊഴിവായാലും ഇല്ലെങ്കിലും എൻ്റെ ഈ തീരുമാനവുമായി ഞാൻ മുന്നോട്ട് പോകും. അത് ഞാൻ അപ്പുവിനോട് പറഞ്ഞു കഴിഞ്ഞു. എന്താ താനൊന്നും മിണ്ടാത്ത? അപ്പുവിനോട് ഇപ്പൊ അത് പറയേണ്ടിയിരുന്നില്ല. പറയാൻ ഞാനും ആഗ്രഹിച്ചതല്ല. പക്ഷേ അപ്പുവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. സംശയിക്കാനുള്ള ചാൻസ് ഒരുക്കിയതും നമ്മൾ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് ദിവസമായി അപ്പോൾ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ എല്ലാം അറിഞ്ഞു വച്ചിട്ടാവും അപ്പോൾ അങ്ങനെ പെരുമാറുന്നതെന്ന് ഞാൻ കരുതി. അതായത് ഞാൻ അപ്പുവിനോടെല്ലാം തുറന്നു പറഞ്ഞു എന്ന് ബിപി വിചാരിച്ചു അല്ലേ? ഗീത, താൻ അപ്പുവിൻ്റെ അടുത്തേക്കാണെന്ന് എനിക്കറിയാം. അപ്പുവിനോട് തനിക്ക് കൺഫസ് ചെയ്യാം. ഇതിൽ തനിക്ക് റോളൊന്നും ഇല്ലാന്നും പറയാം. പക്ഷേ ഇങ്ങനൊരു തീരുമാനത്തിന്റെ പേരിൽ അപ്പുവിനെ വീണ്ടും എനിക്കെതിരെ തിരിക്കരുത്. ഇതിന്റെ പേരിൽ അപ്പു ഈ വീട് വിട്ടു പോകാനും ഒരു ചാൻസ് ഉണ്ടാക്കരുത്. കേട്ടല്ലോ? അമ്മയ്ക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ. കമോൺ, എന്താന്ന് വെച്ചാൽ ചോദിച്ചോ. ബിപി നിന്നോട് സംസാരിച്ചില്ലേ? ഉവ്വ്, സംസാരിച്ചു. എന്താ പറഞ്ഞത്? വിപിക്ക് ഒരു പെൺകുഞ്ഞിനെ ലാളിച്ചു വളർത്താൻ ഒരുപാട് കൊതിയാവുന്നുണ്ടെന്ന്. അതിനെന്താ കുഴപ്പം? വിപിക്ക് മാത്രമേ ഉള്ളൂ ആഗ്രഹം, അതോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും ബിപിയുടെ ആഗ്രഹത്തിന് എനിക്ക് കൂട്ടി നിൽക്കേണ്ടി വന്നു. മനസ്സിന് 1% ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി. ഇതായിരുന്നല്ലേ രണ്ടുപേരുടെയും മനസ്സിരിപ്പ്? എന്നെ കാണുമ്പോ പെട്ടെന്ന് വിഷയം മാറ്റിയതും ഇതിനു വേണ്ടിയായിരുന്നല്ലേ? നിന്നെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടില്ലേ? അതുകൊണ്ട് ബിപിയുടെ ആഗ്രഹത്തിന് ഒരു പെൺകുഞ്ഞിനെ. എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടുന്നോ? അങ്ങനെയാണോ അമ്മ എന്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റ് ഞാൻ ഇന്നു മുതൽ ആൺകുട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കായിരുന്നു. എത്രയോ വർഷങ്ങൾ മനസ്സിൽ ഇതൊക്കെ അടക്കി പിടിച്ച് സ്വയം മാറാൻ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതായിരുന്നു. അമ്മയ്ക്കറിയില്ലേ? അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഇപ്പൊ ഉടനെ അങ്ങ് സമ്മതിക്കുമായിരുന്നു. ഇപ്പോ ഒരു ഔദാര്യം പോലെ നീട്ടിത്തന്ന ഈ സമ്മതം നേടിയെടുക്കാൻ ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നും സഹിച്ചെന്നും അമ്മയ്ക്കറിയില്ലേ? എന്നിട്ടും പറയുന്നു അപ്പുവിനെ അപ്പുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തെന്ന്. എന്ത് ഈസി ആയിട്ടാ അമ്മേ ബിപി അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്? സാരമില്ല, അങ്ങനെയാണ് ബിപി കരുതുന്നതെങ്കിൽ അങ്ങനെ കരുതിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പു, ബിപിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് നീയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനെന്ത് പറയാൻ? എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നെയല്ലേ? അപ്പോ ബിപിയുടെ ഇഷ്ടം ഞാനും നോക്കണമല്ലോ. നിങ്ങൾ ദത്തെടുക്കുകയോ വളർത്തുകയോ എന്ത് വേണേലും ചെയ്തോ, അതിൽ എനിക്കൊരു വിരോധമില്ല. അമ്മയ്ക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? അപ്പു നീ. യെസ്, ഐ ആം സീരിയസ്. എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടു തന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ഒരു ഫേവർ ചെയ്യണ്ടേ അമ്മ?